ഒരു വീട്ടിലെ സാഹചര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആരാന്നറിയാമോ? പറ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറ. അയൽവാസികളാണോ? ഒരിക്കലുമല്ല. കൂട്ടുകാരാണോ? അല്ല. പോലീസുകാരാണോ? ഒന്നുമല്ല. പിന്നെ ആരാണെന്നറിയുമോ? നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പ്ലസ് പോയിന്റുകളൊക്കെ മനസ്സിലാക്കുന്ന ആരാന്നറിയാമോ? നമ്മൾ വിശ്വസിക്കുന്ന മതത്തിലെ മത ആചാര്യന്മാർ. ക്രിസ്ത്യാനികളാണെങ്കിൽ പാസ്റ്റർമാർ, അച്ഛന്മാർ. ഹിന്ദുക്കളാണെങ്കിൽ പൂജാരിമാർ അല്ലെങ്കിൽ മന്ത്രവാദികൾ, ജ്യോത്സ്യന്മാർ. മുസ്ലിങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ ഉസ്താദുമാർ, മുക്രികളൊക്കെയാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് ഒരു കഷ്ടകാലം വരികയാണ്, നമ്മൾ പള്ളിയിൽ ചെന്ന് കുമ്പസാരിക്കും അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ വിളിച്ചിട്ട് ജ്യോത്സ്യം നോക്കും, അല്ലെങ്കിൽ ഏത് ഉസ്താദന്മാരെ വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവരോട് പറയും. ഇവരിത് കേൾക്കും അല്ലേ. നമ്മുടെ കഷ്ടപ്പാട് വരുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തിരയുന്നത്. ഈ കഷ്ടപ്പാടാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവുള്ള അല്ലെങ്കിൽ ഭയങ്കര ജോലിയൊക്കെ കിട്ടുമ്പോൾ പറയും. അപ്പോൾ എങ്ങനെയുള്ള പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇങ്ങനത്തെ മതാചാര്യന്മാർ. ഇവരിൽ ചില ആൾക്കാർ, ബഹുഭൂരിപക്ഷം ആൾക്കാരല്ല കേട്ടോ, ന്യൂനപക്ഷത്തിലുള്ള ചില ആൾക്കാർ എന്ത് അറിയോ, ഇതൊരു നല്ലൊരു മുതലെടുപ്പ് നടത്തും. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ സ്ത്രീകളെ വശീകരിക്കാൻ നല്ല തന്ത്രമുണ്ട് കേട്ടോ. ഈ സ്ത്രീകൾ പൊതുവെ അബലകളാണല്ലോ. വിശ്വാസത്തിൻ്റെ പുറകെ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അവർ ഈ പറയുന്ന ന്യൂനതകളിലേക്ക് ഇത്തരത്തിലുള്ള മതാചാര്യന്മാർ വലിഞ്ഞു കയറും. നിങ്ങളുടെ വീട്ടിൽ കഷ്ടകാലമാണ്, ഒരു പൂജ നടത്തിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ട് കുമ്പസാരിക്കണം, അല്ലെങ്കിൽ ഓതണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ ഒന്ന് പേടിപ്പിക്കും. അപ്പം ഇല്ലാത്തതും ഉള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ വിളമ്പും. ആ ന്യൂനതകൾ ഇത്തരത്തിലുള്ള ആൾക്കാർ മുതലാക്കും, അവരെ വശീകരിക്കും, അവരവരുടെ അടിമകളാക്കും മാറ്റും. എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷത്തിലുള്ള കുറേ ആൾക്കാർ ഇത്തരത്തിലുള്ള സ്ത്രീകളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. ഗൾഫിലുള്ള ഭർത്താക്കന്മാർ പോലും അറിയത്തില്ല ഈ സ്ത്രീകൾ ഇങ്ങനെ വഴിവിട്ട് സഞ്ചരിക്കുന്നതും ഇത്തരത്തിലുള്ള ആൾക്കാർ അടിമകളായിട്ട് മാറുന്നതൊന്നും പാവപ്പെട്ട ഭർത്താക്കന്മാർ അറിയണമെന്നില്ല. പക്ഷേ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട്. ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് അറിയാമോ? ഇത്തരത്തിലുള്ള ആൾക്കാരെ കയ്യിലെടുക്കാൻ വിശ്വാസമാണ് അല്ലേ. വിശ്വാസത്തിൻ്റെ പുറകെ പോകുന്ന ചില സ്ത്രീകളുടെയൊക്കെ അവസാനം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ചെന്ന് അവസാനിക്കും. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് ഒരു മഹാജോത്സ്യൻ്റെ കഥയാണ്. എന്ന് പറഞ്ഞാൽ ജനാർദ്ദൻ അണ്ണൻ. പുള്ളി പറഞ്ഞാറുണ്ടല്ലോ, അച്ചിട്ടാണ്, അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല. വരാൻ പോകുന്ന കാര്യം പറയും, വന്നു കഴിഞ്ഞ കാര്യം പറയും, ഇപ്പോൾ നടക്കുന്ന കാര്യം എല്ലാം കൃത്യമായിട്ട് പറയും. പക്ഷേ പുള്ളിക്ക് ഒരു കുഴപ്പമുണ്ട്. വീടുകളിൽ ചെന്നിട്ടാണ് ഈ പൂജകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അറിയാലോ, വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അബലകളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരെ അയാളുടെ അംഗീനത്തിൽ വശംവദയാക്കും. ആ ഒരു തന്ത്രവുമായിട്ടാണ് പുള്ളി ഇങ്ങനെ പോകുന്നത്. പുള്ളി ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഫേസ്ബുക്ക് വഴി, യൂട്യൂബ് വഴിയൊക്കെ ഇത്തരത്തിലുള്ള മന്ത്രതന്ത്ര വിധികളിലൂടെ സ്ത്രീകളെയൊക്കെ കീഴടക്കുന്ന ഒരാളാണ് ഈ ജനാർദ്ദനൻ. അപ്പോൾ ജനാർദ്ദനൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്കിനി പോകേണ്ടത് കുമാരി അമ്മയിലേക്കാണ്. കുമാരി അമ്മ ഒരു വീട്ടുജോലിക്കാരിയാണ്. ഭർത്താവ് മരിച്ച് അങ്ങനെ ഒരു വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുമാരിയുടെ ശ്രദ്ധയിൽ ഒരു പത്രവാർത്ത വരുന്നത്. ഒരു തുണ വേണമല്ലോ, മക്കളൊന്നുമില്ല, ഇനി വയസ്സാങ്കാലം വരാൻ പോവുകയാണ്, അപ്പോൾ ഒരു തുണ വേണമെന്ന് കുമാരിക്ക് തോന്നുകയാണ്. ബ്രാഹ്മണൻ, പൂജാരി, 48 വയസ്സ്, വിഭാര്യൻ, ഹൈദരാബാദിൽ ജോലിയാണെന്നൊക്കെ പറഞ്ഞൊരു പത്രവാർത്ത ഈ കുമാരിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. കുമാരിക്ക് ആ ആലോചന ശരിക്കും പറഞ്ഞു, അല്ലെങ്കിൽ ആ വാർത്ത നന്നേ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുമാരി ഡയറക്റ്റായിട്ട് ആ നമ്പറിലേക്ക് വിളിക്കുന്നു. ആൾ കൊത്തുന്നു. ആര്? ജനാർദ്ദനൻ കൊത്തുകയാണ്. അങ്ങനെ അവർ തമ്മിൽ എന്തൊക്കെയോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലേക്ക് എത്തുന്നു. ഒരു കല്യാണത്തിൽ അവസാനിക്കുകയാണ്. അങ്ങനെ തുടക്കകാലം നല്ല സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഈ കുമാരി അറിയുന്നുണ്ട് അയാൾക്ക് അപാര കഴിവുണ്ട്, ഒരുപാട് പേരുടെ മനസ്സ് മനസ്സിലാക്കുന്ന ആളാണ് ജനാർദ്ദനൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കുമാരി ഈ ജീവിതത്തിൽ മനസ്സിലാക്കുകയാണ്. അങ്ങനെ കുറച്ച് വർഷം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ കുമാരി അറിയുന്നു തൻ്റെ ഭർത്താവ് തന്നോടൊപ്പം ഇല്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ കുമാരി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുകയാണ്. തൻ്റെ ഭർത്താവിന് ഇതിനു മുമ്പ് പല സ്ത്രീകളുടെ ബന്ധമുണ്ട്. താൻ ഒന്നാമത് കെട്ടിയതല്ല, 1, 2 കഴിഞ്ഞ് 3ാമത്തെ ആളാണ് താൻ എന്നുള്ള ആ ഒരു നഗ്നസത്യം കൂടി കുമാരി അറിയുകയാണ്. അപ്പോഴേക്ക് സ്വാഭാവികമായിട്ട് ഈ സ്ത്രീ തളർന്നു പോയി കേട്ടോ. രോഗിയാണ്, മാത്രമല്ല വയസ്സാങ്കാലത്തായാലും നോക്കണമല്ലോ. ബന്ധുക്കളൊക്കെ എന്നേ കൈയൊഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ പേരുള്ള വസ്തുവകൾ മുഴുവൻ അയാളിലേക്ക് എഴുതി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? തന്നെ സംരക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ഈ വസ്തുവകളെല്ലാം ജനാർദ്ദനന് എഴുതി കൊടുത്തുകൊണ്ട് ബന്ധുക്കളൊന്നും ഇപ്പോൾ സഹകരിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അങ്ങനെ കാലം കുറേയായി ഇയാളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ സ്ത്രീ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഭർത്താവെന്ന് പറഞ്ഞ് കളയാൻ പറ്റത്തില്ലല്ലോ, തനിക്കിനി ആരും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ താമസിച്ച് പോവുകയാണ് ബാംഗ്ലൂരിലെ ഏതോ ഒരു കുഗ്രാമത്തിൽ. ഞാൻ ആദ്യം പറയല്ലോ, സുപ്രഭാതത്തിൽ അറിയുന്നു തൻ്റെ ഭർത്താവ് തന്നെ വിട്ടുപോയെന്ന്. അതോടുകൂടി ആ സ്ത്രീ ആകെ തകരുകയാണ്. ഡോക്ടർമാർ ഒരു മേജർ ഓപ്പറേഷന് സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ കൂടെ ഒരാൾ നിൽക്കണം. കൂടെ നിൽക്കേണ്ട ആൾ എവിടെയോ പോയിരിക്കുകയാണ്. ആരോടൊപ്പമാണ് പോയെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുമാരി ഞെട്ടിപ്പോയി. ഏതോ ഒരു വീട്ടിൽ പൂജയ്ക്ക് വേണ്ടി ചെന്നു. ആ പൂജയ്ക്ക് ചെന്ന സമയത്താണ് ആ പെണ്ണുമായിട്ട് പരിചയപ്പെടുന്നത്. ഏതോ ഒരു സുന്ദരി പെണ്ണിനെയാണ് ഈ പൂജാരി കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ കുമാരിയേക്കാൾ പ്രായക്കുറവുള്ള, കാണാൻ സൗന്ദര്യമുള്ള ഏതോ ഒരു കൊച്ചു പെണ്ണുമായിട്ടാണ് ഇദ്ദേഹം പോയെന്നാണ് കുമാരി പറയുന്നത്. ഈ കുമാരി എന്നെ വിളിക്കുകയാണ്.
ഒരു കരച്ചിലൂടെയാണ് ഈ ഫോൺ സംഭാഷണം ആരംഭിക്കുന്നത്. എത്രയും പെട്ടെന്ന് സഹായിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് ആരുമില്ല എന്നൊക്കെയുള്ള ഒരു കരച്ചിൽ കേട്ടപ്പോൾ നമ്മൾ തന്നെ വല്ലാതായിപ്പോൾ. എന്താ കാര്യം ചോദിച്ചപ്പോൾ വിക്കി പറയുകയാണ്, ഈ ബാംഗ്ലൂരിലെ ഏതോ കുഗ്രാമത്തിൽ ഏതോ ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ ആരും സഹായിക്കാൻ പോലും ഇല്ലാതെ, ഓപ്പറേഷന് പോലും മാർഗമില്ലാതെ ആ കുമാരി കഴിയുകയാണ്. എങ്കിലും ഞാൻ ചോദിക്കും, ബന്ധുക്കളെയൊക്കെ അറിയിച്ചൂടെ? ബന്ധുക്കളൊന്നും ഇല്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ആകെ സഹായിക്കുള്ള അയാൾ എന്നെ വിട്ടു പോയെന്നൊക്കെയുള്ള കരച്ചിലൂടെയാണ് ആ സ്ത്രീ പറയുന്നത്. ഒരു ദുരന്ത കഥയാണ് പിന്നീട് ആ സ്ത്രീ എന്നോട് വിവരിക്കുന്നത്. ഒരു പൂജാരി ചതിച്ച, ഒരു നൊമ്പരപ്പെടുത്തുന്ന, ആരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു നൊമ്പരപ്പെടുന്ന കഥ. അല്ല, പുള്ളി പൂജയ്ക്ക് പോകുന്ന ആളാണോ? അതെ അതെ, തിരുമേനിയാണ്. പുള്ളി കേരളത്തിലേക്ക് പോയില്ല. പുള്ളി ഹൈദരാബാദ്, ബോംബെ, ഡൽഹി, പഞ്ചാബ്, ജാംനഗർ, ഇങ്ങനെ അവിടെ ഈ ഭാഗത്തേക്ക് കേരളത്തിലേക്ക് പറഞ്ഞ് പോകാത്ത ആളായിരുന്നു. ജനാർദ്ദനം പോയിട്ട് ഇപ്പം ഒരു വീട്ടിൽ പൂജയ്ക്ക് വേണ്ടി പോയിട്ട് ആ സ്ത്രീയോടൊപ്പമാണ് താമസിക്കുന്നത് അല്ലേ? അതെ അതെ. ആ പെണ്ണ് വേപ്പൂര്, അവിടെയാണ്, വേപ്പൂര് എന്തോ സ്ഥലത്തുള്ള പെണ്ണാണ്. ഇങ്ങനെ വിട്ടിട്ട് വേറെ പെണ്ണിനോട് പോയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ജീവിക്കാൻ ഒന്നിനും ഒരു വഴിയില്ല. അയാളെ വിളിച്ചപ്പോ അയാൾ എന്താ പറയുന്നേ? അയാളെ വിളിച്ചായിരുന്നോ? ഇല്ല, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണോ? അല്ല അല്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ജനാർദ്ദനം പോയിട്ട് കൂട്ടിക്കൊണ്ട് വന്ന? എവിടുന്നാ? ഞാന് ഇരിഞ്ഞാലക്കുടയിൽ ഒരു അമ്മേനെ നോക്കാൻ പോയി നിൽക്കുമായിരുന്നു. അപ്പൊ ഇയാള് പേപ്പറിലിട്ടിട്ട് ആ അമ്മ പേപ്പർ വായിച്ചിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞാണ്. അങ്ങനെ ഇപ്പൊ പെണ്ണു വിഷയത്തിൽ താല്പര്യമുള്ള കക്ഷിയാണ് അയാള്? അതെ അതെ. അത് ഇപ്പൊ അറിയുന്നത്, ഇതുവരെയൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ 4 വർഷം തൊട്ടാണ് അറിയാൻ തുടങ്ങിയത്. ഇയാളുടെ സ്വഭാവം ഇങ്ങനെ മോശമാണെന്നുള്ളത് 4 കൊല്ലമായി ഇപ്പൊ അറിയാൻ തുടങ്ങിയിട്ട്. ഇയാള് പറഞ്ഞ ഇയാള് ഈ ഫോണ് വഴിയുള്ള ബന്ധപ്പെടുകയാണ് പെണ്ണുങ്ങളായിട്ട്. ഫോണിൽ ഈ യൂട്യൂബ് വഴി, ഫേസ്ബുക്ക് വഴിയൊക്കെ അങ്ങനെയുള്ള ബന്ധപ്പെടലാണ് പെണ്ണുങ്ങളായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അയാളെ തിരിച്ചു വേണം അല്ലേ? അതെ അതെ. അല്ല, പുള്ളിക്കാരൻ വേറെ പെണ്ണിനൊപ്പം ജീവിക്കുവല്ലേ, ഇനി തിരിച്ചു വന്ന് സ്വീകരിക്കുവോ? എനിക്ക് എന്റെ ആവശ്യങ്ങൾ കഴിയണല്ലോ സാറേ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇപ്പം വയ്യായോ? എനിക്ക് വയ്യായാണ്. എനിക്ക് വയറിൽ 2 ഓപ്പറേഷൻ ചെയ്യണം. ഒന്ന് വയറ്റില് മുഴയാണ്, പിന്നെ ലിവറിൽ കല്ല്. 2 ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് അയാള് കിട്ടിയാലാണ് ചേട്ടാ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പറേഷൻ ചെയ്തില്ലേ ഞാൻ ചത്തുപോകും. ഇപ്പൊ എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഏപ്രിൽ 7-ാം തീയതി അഡ്മിറ്റായി, 8-ാം തീയതി ഓപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്നു കേട്ടാ. എന്നിട്ട് 6-ാം തീയതി ഉച്ചയ്ക്ക് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് പുള്ളി പോയതാണ്. ഏപ്രിൽ 6-ാം തീയതിയാണ് ഇപ്പൊ പോയത്. നിങ്ങൾക്ക് വയ്യാന്ന് അറിഞ്ഞപ്പോ അയാൾ കളഞ്ഞിട്ട് പോയി അല്ലേ? ഇപ്പൊ നോക്കാനൊന്നും അവിടെ ആരും ഇല്ലല്ലേ? ആരുമില്ല. ബാംഗ്ലൂർ എവിടെയാണ് താമസിക്കുന്നത്? ബാംഗ്ലൂർ എവിടെയാണ്? ബാംഗ്ലൂര് നെലമംഗല പറയും. എന്താ സ്ഥലത്തിന് പേരെന്താ? നെലമംഗല. അവിടെയാണോ ഉള്ളത്? അപ്പൊ നാട്ടിലൊന്നും ആരും ഇല്ല നിങ്ങൾക്ക് സഹായിക്കാൻ അല്ലേ? ഇല്ല. കുമാരി അമ്മയുടെ നാണോ മാനോ ഒക്കെ പോയി കേട്ടോ. ഒരു വിഷയവുമില്ല, തൻ്റെ ഫോട്ടോ ഇട്ടോളൂ, അതിനൊന്നും യാതൊരു പരാതിയുമില്ല. എങ്ങനെയെങ്കിലും തൻ്റെ നഷ്ടപ്പെട്ട ഭർത്താവിന് തിരിച്ചു കിട്ടണം, ആ ജോൽസിനെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ന്യൂസ് കാണുവാണെങ്കിൽ നമ്മുടെ ജനാർദ്ദനണ്ണ തിരിച്ചു വരണം കേട്ടോ. ആ പാവ സ്ത്രീ ഏതോ ഒരു കുഗ്രാമത്തിൽ ആരും ഒരു സഹായം പോലും ഇല്ലാതെ ഇങ്ങനെ മരിച്ച് ജീവിക്കുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല, ആശുപത്രി പോകാൻ മാർഗമില്ല, ഓപ്പറേഷൻ ഡേറ്റുകളെല്ലാം മാറിയിരിക്കുകയാണ്, ഏത് സമയത്തും മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തീരെ നിവൃത്തിയില്ലാതെയാണ് അവർ ഞങ്ങളുടെ ഓഫീസിനെ സമീപിക്കുന്നത്. ജനാർദ്ദനണ്ണ, എനിക്ക് കൈകൂപ്പി ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ദൈവിക പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് പേരെ നന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എളുപ്പം പറ്റും. ആ സ്ത്രീ, നിങ്ങളെ ജീവനത്തിൽ സ്നേഹിച്ച കുമാരി എന്ന് പറയുന്ന സ്ത്രീ, നിങ്ങൾ ഒരുമിച്ച് താമസിച്ച, നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ബാംഗ്ലൂരിലെ ഏതോ വീട്ടിൽ, ആളൊഴിഞ്ഞ ആ വീട്ടിൽ നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്, കണ്ണിൽ എണ്ണയൊഴിച്ച്. തീർച്ചയായിട്ടും നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ ആ സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും. തീർച്ചയായിട്ടും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ എവിടെയായാലും സുകുമാരന് ഉറക്കം വരാത്ത രാത്രികളായിരിക്കും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കുമാരിയെ തേടി നിങ്ങൾ എത്തും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ആ സ്ത്രീക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.